ഹലോ നോവിയണ്ണ. ഹലോ അണ്ണാ എവിടെ ഇരിക്കണെന്നാ? ശാന്തേ, ആ എടാ ഞാൻ ഒരു വിഗ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. അപ്പൊ ഞാൻ ഡ്രസ് മാറിയിട്ടുണ്ട്. ഇനി വിഗിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അണ്ണാ പെട്ടെന്ന് വേണം, നല്ല മേക്ക് ഓവർ ആയിരിക്കണം. അമ്പിളിക്കൂട്ടം കണ്ടാ നമ്മൾ ആരും തിരിച്ചറിയരുത്. ഒരു മനുഷ്യൻ തിരിച്ചറിയില്ല, പിന്നല്ലേ അമ്പിളിക്കുട്ടൻ. നമ്മുടെ കുട്ടിയാക്കില്ല കുട്ടിയെങ്കിൽ എന്തോ പരിപാടിയും പ്ലാനൊക്കെ ഉണ്ട് കേട്ടാ. ഓ അതാണോ താമസിക്കുന്നത്? വള്ള അവന്റെ നിനക്കറിയാലോ അവന്റെ ട്രിക്ക്. എന്തോ പ്ലാൻ ഉണ്ട്. ഓക്കെ ഓക്കെ പെട്ടെന്ന് പറഞ്ഞേ, അതുവരെ എങ്ങനെയും പിടിച്ചു നിർത്താം. അമ്പിളിക്കൂട്ട എന്തോടാ ഇത്? പപ്സ് എവിടെ നിന്ന്? ഒരു മിനിറ്റ്. എന്താ കാണിച്ചത്? പപ്സ് എന്ന ഈ സാധനം വേണം ചുപ്പിലോട്ടു ഞാൻ ഇത് ഇവിടെ നിന്ന് പപ്സ് വാങ്ങിച്ചത്? പപ്സ് ഇവിടെ മറ്റേ വളയെറിയത്തില്ല അണ്ണാ, വളയെറിയുന്ന അവിടുന്ന് കിട്ടിയത്, എനിക്ക് പ്രൈസ് കിട്ടിയത്. പ്രൈസ് കിട്ടിയതാ? പ്രൈസ് കിട്ടി. അത് കൊള്ളാം. ഈ വളയറി എത്ര രൂപ നീ കൊടുത്ത് മത്സരിച്ച്? വളയെറിയാ 100 രൂപ. ബസ്സിന് എത്ര? 12 രൂപ. എങ്ങനെ നോക്കില്ല ആ കടക്കാരൻ ശരിയല്ല. എടാ നീ അങ്ങോട്ടും ഇങ്ങോട്ടോ ചെല്ല്, നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ കാണാനുണ്ട്. അണ്ണാ പിന്നെ എനിക്ക് വിശക്കുന്നെണ്ണാ, ആഹാരം കഴിക്കാനുള്ള വഴി പറഞ്ഞ. ആഹാരം കഴിക്കാൻ ഒരേ വഴിയുള്ളൂ, വായിക്കൂടെ. എനിക്ക് ആഹാരം കഴിക്കാൻ എന്തെങ്കിലും മാർഗം പറഞ്ഞാല്. ആഹാരം കഴിക്കാനുള്ള വഴി കാണിച്ചു തരാം. ആഹാരം കഴിക്കാനുള്ള വഴി കാണിച്ചാൽ ഞാൻ തോന്നുന്നു കാരറ്റ് കപ്പി കിടക്കുന്ന മോട്ടോ വീല. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒരു കൗണ്ടർ നീ വായിന്ന് പ്രസവിച്ചിട്ടില്ലേ, അതിന്റെ ജന്മദിനം. സത്യം പറ, നിന്റെ അമ്മ പ്രസവിച്ചതാണ് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്? കടയിൽ നിന്ന് മേടിച്ചെന്നാണ് അമ്മ പറഞ്ഞ. കടയിൽ നിന്ന് മേടിച്ചായിരിക്കില്ല, അങ്ങനെ നല്ല നോക്കി എടുക്കാമല്ലോ. അയ്യോ ഞാൻ ഇതിന് കേക്ക് കെട്ടി ഈ കൗണ്ടറിന്റെ ബർത്ത്ഡേക്ക്. എന്തെങ്കിലും പോയി ഒരു കാര്യം ചെയ്യും, അവിടെ എന്തെങ്കിലും പോയി കഴിച്ചിട്ട് വാ. എവിടെ? അവിടെ ഹോട്ടലുണ്ട്, പോയി കഴിയും. അവിടെ അണ്ണാ ഞാൻ അണ്ണന് പാഴ്സലും എല്ലാം വേണം. എനിക്ക് പാഴ്സലൊന്നും വേണ്ട. എന്നാ പാഴ്സൽ ഞാൻ തിന്നോട്ടാ. കടയിൽ പോയി ചായ കുടിയടാ. ഏത് കടയിൽ? ആ കടയിൽ. അയ്യോ ആ കടയിൽ പോയി ചായ കുടിക്കരുത്. ചായക്കൊക്കെ ഭയങ്കര പൈസയാണ്. അതുകൊണ്ട് നമ്മളെ അമൃത സ്റ്റുഡിയോ ഇല്ലേ, അതിന്റെ അടുത്തൊരു ചായക്കടയുണ്ട്. അവിടെ ആണെങ്കിൽ അവിടെ ചായക്ക് പൈസയും കുറവാണ്, കടി ഫ്രീ ആയിട്ട് തരേക്ക്. അവിടെ ചായയുടെ കൂടെ കടി ഫ്രീ ആയിട്ട് തരുമെന്ന്. അങ്ങനെ ഒരിക്കലും പലഹാരം ഫ്രീ ആയിട്ട് തരത്തില്ല. തരുമെന്ന് അവിടെ ചായയുടെ കൂടെ ഇട്ട് അതിനകത്ത് ഇട്ടേക്ക് നൂല് കെട്ടിട്ട് പലഹാരം. അതിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഇതിന്. 6 അങ്ങോട്ട് അതൊക്കെ കണ്ടാണ്. അങ്ങോട്ടൊക്കെ ചെല്ല് കേട്ടാ. പിന്നെ എനിക്ക് ഭയങ്കര ഉറക്ക ക്ഷീണമാണ്, ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല. അത് നിന്റെ മുഖത്ത് വല്ലാത്തൊരു മ്ലാനത ഉണ്ട്. എന്ത് പറ്റി? രാവിലെ ഒരു സ്വപ്നം കണ്ടു, ഞാൻ പേടിച്ചു പോയണ. വെളുപ്പിനെ കാണുന്ന സ്വപ്നം വലിക്കുമെന്നാണ് കേട്ടാ. പിന്നെ അങ്ങനെയാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്നത്. അയ്യോ അപ്പൊ ഞാൻ കണ്ട സ്വപ്നം വലിക്കുമോ? വലിക്കും. ആരടുത്തെങ്കിലും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിക്കില്ല. ധൈര്യമായിട്ട് പറഞ്ഞു. നീ എന്ത് സ്വപ്നമാണ് കണ്ടത്? ഞാൻ കിടന്ന് ഉറങ്ങുന്നതായിട്ട്. ഉറക്കത്തിൽ സ്വപ്നം കണ്ടു ഞാൻ കിടന്ന് ഉറങ്ങുന്നതായിട്ട്? നീ പറയണ്ടേ അത് വലിക്കണമായിരുന്നു. നാട്ടുകാർക്കെങ്കിലും സ്വൈര്യം കിട്ടിയതാ. പിന്നെ ഞാൻ രാത്രി വേറൊരു സ്വപ്നം കണ്ടു. വീണ്ടും സൂപ്പർ സ്വപ്നം. എന്നാണ്? എനിക്ക് ജോലി കിട്ടിയത്. എവിടെയാണ് ജോലി കിട്ടിയത്? പെട്രോൾ പമ്പിൽ. ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വന്ന് കിടക്കുന്നു. ഞാൻ പമ്പ് ഇങ്ങോട്ട് ഊരി പെട്രോൾ അടിയോട് പെട്രോൾ അടി. എന്നിട്ട് നീ കിടന്നുറങ്ങിയ ബെഡ്ഷീറ്റ് നിന്റെ അമ്മ കഴുകിയിട്ടാ അതാ നീ നനച്ചിട്ടാ? ഞാൻ കഴിയും. അങ്ങനെയല്ലേ കിടക്കയിൽ കിടന്ന് മുള്ളിയേറ്റ് പെട്രോൾ പമ്പിൽ ജോലി കിട്ടിയെന്ന്. എടാ വീട്ടുകാർക്ക് ഒരു സ്വൈര്യം കൊടുക്കുന്നില്ല നീ. അയ്യോ വീട്ടിലെ കാര്യം പറഞ്ഞപ്പോഴാ അപ്പൂപ്പന് സുഖമില്ല, പോണം. അപ്പൂപ്പന് എന്ത് പറ്റി? അപ്പൂപ്പന് നെഞ്ചുവേദന. എന്ത് പാവമാണ് എന്റെ അപ്പൂപ്പൻ. നെഞ്ചുവേദനയാണെങ്കിൽ കാർഡിയാക് അറസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. കാർഡിയാക് അറസ്റ്റ് വരാൻ ചാൻസ് ഉണ്ടെന്ന്. എന്റെ അപ്പൂപ്പനാ എന്നെ വളർത്തിയത്. എന്റെ അപ്പൂപ്പനാണ്. കാർഡിയാക് അറസ്റ്റ് അറിഞ്ഞൂടാ അമ്പിളിക്കുട്ടാ. അമ്മ പെട്ടെന്ന് അപ്പൂപ്പനെ കൊണ്ടൊരു വക്കീൽ ഓഫീസിൽ പോ. വക്കീൽ ഓഫീസിൽ പോണെന്തിന്? അപ്പൂപ്പനെ അറസ്റ്റ് ചെയ്യാണ്ട് വരുന്നില്ല നിങ്ങൾ പറഞ്ഞ. എടാ കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞ ഒരു അസുഖമാണ്. ആള് മരിച്ചു പോകാൻ ചാൻസ് ഉണ്ടെന്ന്. ആശുപത്രി കൊണ്ടുപോകണം. അമ്മ അപ്പൂപ്പനെ കൊണ്ട് പെട്ടെന്ന് ആശുപത്രി പോ. അപ്പൂപ്പനെ കാർഡിയാക് അറസ്റ്റ്. എന്തുവാ കാർഡിയാക് അറസ്റ്റ്? എങ്ങും കൊണ്ടോട്ടെ, അവിടെ കിടന്ന് ചാവട്ടാ. പറയാൻ വയ്യെന്ന് പറയരുത്. പെൻഷൻ കിട്ടിയപ്പോഴും 10 ദിവസത്തിന് നാറി. ഒന്നല്ലടാ, നിനക്ക് കിട്ടുന്ന അടിയെങ്കിലും ഷെയർ ചെയ്യാൻ ഒരാളെങ്കിലും ആയില്ലടാ വീട്ടിൽ കിടന്നെങ്കിൽ. എനിക്ക് എവിടെ അടി കിട്ടി? എവിടെ അടി കിട്ടിയത്? ആ KSB എന്തോ പ്രശ്നം ഉണ്ടാക്കില്ല നീ? ആര് പ്രശ്നം ഉണ്ടാക്കി? ഫോൺ വിളിച്ചെന്തോ വിഷയം ഉണ്ടാക്കി, ഞാൻ അറിഞ്ഞു. ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. നമ്മളെ വീട്ടിൽ കറണ്ട് പോയാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? KSB ഓഫീസിൽ വിളിക്കും. ആണോ? ഞാൻ അതേ ചെയ്തുള്ളൂ. അവിടെ ഒരു പെണ്ണെടുത്തു. സ്വാഭാവികം. ഞാൻ പറഞ്ഞു നല്ല കാറ്റ്, നല്ല മഴ, കറണ്ടും ഇല്ല, അപ്പൊ എങ്ങനെ എപ്പ വരുമെന്ന്. അതിന് വലിയ സ്വാഭാവികത ഇല്ല. പറഞ്ഞു തരുന്നതിന് മുമ്പ് ഒരു ജീപ്പ് ഇങ്ങോട്ട് വന്നു. ലൈൻമാൻമാർ ഉൾപ്പെടെ വെളിയിറങ്ങി. ലൈൻ കമ്പി തൂക്കിയിട്ടായിരുന്നു ഇടി. അങ്ങനെ വരൂ, എവിടെ ഒന്നും മാഞ്ച് കെട്ടുമല്ലോ. അങ്ങോട്ട് ചെല്ല്. ഞാൻ കുറച്ച് ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ചെല്ല്. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ? നല്ല രസമുണ്ട്. വേറെ അടുത്തും പോവല്ലേ? ഇല്ല. ഹലോ നോബിയണ്ണ, ഇറങ്ങാറായില്ലേ? മാറ്റിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടപ്പുണ്ട്. അണ്ണ ഇറങ്ങുന്നില്ലേ? അഖിലിന്റെ ഒരുക്കം കാരണം. അയ്യോ അണ്ണാ പെട്ടെന്നൊന്ന് വാ അണ്ണാ. പെട്ടെന്നോ വാ.
ആരെന്ന് പറ ആരെന്ന് പറ ഇല്ല, ആരെന്ന് പറ ഏതോരമ്മ ഇപ്പൊ കുഞ്ഞു വരണം ഒരു തെറിച്ചാണ് ഭയങ്കര മേക്ക് ഓവറല്ലേ കേട്ടോ അതൊക്കെ അറിയില്ലല്ലോ. അറിയില്ല അറിയില്ല മറ്റേ ആരും മനസ്സിലാവുന്നില്ല ഇതൊന്നും കയ്യിൽ ഉത്സവ പരിപാടിയല്ലേ കുറച്ച് അവലെടുത്ത് കയ്യിൽ വെച്ചു കൊച്ചകില് പെട്ടിയില്ല. തൽക്കാലത്തേക്ക് നമ്മൾ കേട്ടില്ല എന്ന് നമുക്ക് നടിക്കാം ആയിരിക്കും നല്ലത്. അമ്മമ്മ തന്നോട്ട് അവലായി അല്ലെങ്കിൽ ഞാൻ എടുത്ത് കളഞ്ഞേനെ. ആ കൊച്ചകിൽ എവിടെയാണ്? ഉച്ചക്കില് മേക്ക് ഓവർ ആണ്. എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അവനെ കണ്ടാ ചിലപ്പോ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. കുറെ കിടന്ന് കറങ്ങും നമ്മൾ അവനെ. എങ്ങനെയാലും വരട്ടെ. അവനിച്ചിരി ബുദ്ധി വിവരമുണ്ട്. എവിടെ അവനാണെന്ന് അറിയൂലല്ലോ. കുറച്ചു നേരം ആക്ക്. ഹലോ, മുഖത്ത് വലിയ മറുകുള്ള ചേട്ടൻ നമ്മളെ കുട്ടിയകിലെ കണ്ടായിരുന്നോ? എന്തൊരു മുഖത്ത് മറുകുള്ള ചേട്ടാ, കുട്ടിയകിൽ ഇവിടെ കണ്ടായിരുന്നോ? ഇതിൽ ലെജൻഡ്സ് വർക്ക് ചെയ്ത് ഹിറ്റാക്കിയ ഫോർമുലല്ലേ? പ്രേംനസിനെ തിരിച്ചറിഞ്ഞില്ല. പിന്നെ ഇതാരൊക്കെ? നോബി, ശ്രീവിദ്യ, ഡയാന, ഇത് കൊച്ചകില്. ഇവന് ഭയങ്കര അല്ല ബുക്ക് മേടിക്കണം നമുക്ക് പോകുമ്പോ. ബുദ്ധിന്നൊന്നും പറയില്ല, അത് വലിക്ക് നാവില് ഗുളിയെന്ന് നിന്നാ. ആര് വലിച്ചിട്ടെങ്കിലും ഒരു വരട്ടണം. മനസ്സിലാക്കിയല്ലേ? അല്ല, നിങ്ങളൊക്കെ എന്ത് ഇവിടെ? അയ്യോ, ഞങ്ങൾ അമ്പളിക്കുട്ടനെ കളയാ. അല്ല അമ്പളിക്കുട്ടാ, കുതിര കയറില്ലല്ലോ. അവിടെ ഉണ്ട്, പോയി കയറി. അതെയാ? അത് ഞാൻ നേരത്തെ കയറിയായിരുന്നു. എന്നിട്ട് ഇപ്പൊ അത് കറങ്ങുന്നില്ലെന്ന്. ശരിയാണല്ലോ. എന്തരുത് ഇതിട്ട് അടിയിരുന്ന എന്താ ഞാൻ ഊരി എടുത്ത എന്റെ അടിക്കാൻ പിള്ളേർ കയറായിരുന്നത് ഭാഗ്യം. നീ ഒരു കാര്യം ചെയ്യ. അണാ മരണക്കറല് കേട്ടല്ലേ? ഒരു കാര്യം ചെയ്യ. ഡോക്ടർ അറ്റത്തെ മരണക്കിണർ കിടപ്പണം, അവിടെ ചെന്ന് കയറി. അവിടെ പോകൂല. അത് മരണക്കിണർ ഞാൻ പോയി കണ്ടോണ്ട് ഒരുത്ത ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോയാണ്. എന്നെ ഇങ്ങനെ കൈയെടുത്താണ്. ഞാൻ ഷാക്കാൻ്റെ കൊടുത്ത് അവനെന്റെ കൈ തൂങ്ങി കിടന്ന് സ്കൂട്ടർ പറന്നങ്ങ് പോയി. അവൻ എന്നെ തപ്പി അടക്കും അവിടെയൊക്കെ. അങ്ങോട്ട് പോകാൻ പറ്റൂല. ഇത്രയും പെട്ടെന്ന് കളയണം. നീ ഒരു കാര്യം ചെയ്യ. നമ്മളിക്കോട്ടാ, ആനയെ കാണണ്ട എനിക്ക്. അവിടെ ഉണ്ടാ ഒരു 3-4 ആനയുണ്ട്. നിങ്ങൾ നമുക്ക് കാണാം. നമ്മൾ എല്ലാരും പോവാം. നമ്മൾ വരാം. പറ്റിക്കരുത്. ഇല്ല, പറ്റിക്കില്ല. ആന എവിടെയാണുള്ളത്? അവിടെ അപ്പുറത്ത് അങ്ങറ്റത്ത്. അപ്പൊ ഒരു കാര്യം ചെയ്യണം, ഞാൻ പോകുമ്പോ എന്റെ കൂടെ വന്നോണം. പറ്റിക്കില്ല. ചെരുപ്പിന്റെ സൗണ്ട് ഒക്കെ എനിക്ക് അറിയാം. ചെരുപ്പിന്റെ സൗണ്ട് ആയിട്ട് അറിയാലോ നമ്മൾ. ബാക്കിൽ വരാം. സക്സസ്. അങ്ങനെ അമ്പിളിക്കുട്ടൻ നമ്മൾ ആനക്കൊട്ടിൽ എത്തിച്ചിട്ടുണ്ട്. അതെ അതെ ചേട്ടാ, ഈ ആനത്തൊട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനത്തൊട്ടിൽ കയറി കിടക്കുന്ന സ്ഥലമാണ്. പ്രശാന്തേ, നമ്മള് കളയാൻ കൊണ്ടുവന്ന ആള് മാറിപ്പോയി. അത് വിട് ചേട്ടാ. ഈ ആനത്തൊട്ടില് അറ്റ് എ ടൈം 2 ആന കിടക്കൂ. ഇനി ഞാനൊരു സത്യം പറയട്ടാ. കൺഫേം. ഇവിടെ കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്ത് കൊണ്ട് കളഞ്ഞു. ഉറപ്പല്ലേ? അമൃത ടി വി അറിയാതെ ഇവിടെ കൊണ്ട് വിളിച്ചിരുത്തിയത്. കളഞ്ഞ സാധനത്തിന് എടുത്ത് ഇവിടെ കൊണ്ടിരുത്തി. അതുകൊണ്ട് കുഴപ്പമില്ല, അവൻ എന്തായാലും വരില്ല. ആനകൾ ചവിട്ടിക്കൊല്ലുന്നുള്ളൊരു പേടി മാത്രമേ എനിക്ക് തോന്നണേ. ഇപ്പൊ അമ്പളിക്കുട്ട അവിടെ പോയിരുന്ന ആനക്ക് ക്യൂടെക്സ് ഇട്ട് കൊടുത്തേ. ഒരു മണ്ടൻ തന്നെ. ആനക്ക് ക്യൂടെക്സ് ചിലപ്പോ മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ സാധിക്കും. അതിനുള്ള ബുദ്ധിയേ ഉള്ളൂ. ഈ അഖില് കാരണമാണല്ലോ ഈ കഴിഞ്ഞ ഷെഡ്യൂൾ നമുക്ക് അവനെ കൊണ്ട് കളയായിരുന്നു. നീ വന്നില്ലല്ലോ. എന്റെ കുഴപ്പമല്ല അത്. ചേച്ചിയുടെ മോനും ഞാനും തമ്മിൽ ചെറിയ വിഷയം ഉണ്ടായിട്ട് ഞാൻ ആശുപത്രിയിലൊക്കെ പോയിരുന്നു. ആശുപത്രി എന്ത് നടന്നത്? അത് അളിയ ചേച്ചിയുടെ മോന് മറ്റേ ഈ നടക്കുമ്പോ ലൈറ്റ് കത്തുന്ന ഷൂ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ നല്ല ഷൂ. ഞാൻ ചെറുക്കനെടുത്ത് വെച്ചാ എനിക്ക് ഇച്ചിരി ഇടാൻ തരാം. എന്നിട്ട് ഇവനെ ഞാൻ ചോദിച്ച് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അപ്പൊ ഞാൻ കഞ്ഞി കുടിച്ചോണ്ടിരുന്നപ്പോഴേ ഇവ ഷൂവിന്റെ ലൈറ്റ് ഊരി കഞ്ഞിക്കകത്തിട്ട് എന്നിട്ട് ഞാൻ വറ്റൽ മുളക് ചവച്ചിറക്കി തിന്നു. കുറെ കഴിഞ്ഞ് രാത്രി ആയപ്പോഴും എന്റെ വയറ്റിൽ കിടന്ന് ഈ ലൈറ്റ് കത്തും. അപ്പൊ അമ്മ അപ്പുറത്തെ റൂമിൽ നിന്ന് വിളിച്ചു വിടാ, നിന്റെ റൂമിൽ എന്താ DJ എന്ന്. ഈ ലൈറ്റിന് ഏതൊക്കെ ഹോൾ വഴി വെളിയെ വരാൻ പറ്റും അതുവഴിയൊക്കെ പ്രകാശം വെളിയെ അവസാനം ആശുപത്രി പോയി കീറി മുറിച്ചല്ലേ ലൈറ്റ് എടുത്തത്. പിന്നെ അല്ല, നമുക്ക് അമ്പളിക്കുട്ടനെ കൊണ്ടു കളഞ്ഞ നമുക്ക് നല്ല പ്ലാനിങ് ആയിരുന്നു അല്ലേ? നിങ്ങൾ എല്ലാരും ഇങ്ങനെ മണ്ടത്തരം പറയുന്ന ഒന്ന് നിർത്ത്. ഐസക് ന്യൂട്ടന്റെ ചെറുമോള് പറയട്ടെ. എന്താണെന്ന് പറ. കേക്കട്ടെ. നിങ്ങൾ
എന്നെ കളിയാക്കിയൊന്നും വേണ്ട. ഞാനതൊരിക്കൽ ചെയ്തു നോക്കിയിട്ടുള്ളതാണ്. സാധനത്തിനെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ഏത് സാധനം? അമീനാണ്? അമീനൊന്നും അല്ല, എന്റെ വീട്ടിലെ പൂച്ച. ഞങ്ങൾക്ക് ആർക്കും ഒരു സാധനം തിന്നാൻ പറ്റൂല. മീൻ കഷ്ണമൊക്കെ ഏത് വഴിക്ക് പോയി ആർക്കറിയാം. വലിയ ശല്യമായിരുന്നു. പൂച്ച വലിയ മീനല്ലാതെ പോറ്റി ഹോട്ടലിൽ പോയി തൈർ സാധനം കഴിക്കും. എന്തായാലും ഞാൻ അതിനെ കൊണ്ട് കളഞ്ഞു. എന്തെന്നറിയാം, പതുക്കെ ഇവനെ പിടിച്ച് എന്റെ വീട്ടിന്റെ പുറകിലത്തെ കാട്ടി കൊണ്ടുപോയി കണ്ണ് കെട്ടി, എന്നിട്ടൊരു വഞ്ചി എടുത്ത് ഞാൻ തന്നെ തുഴഞ്ഞ് അങ്ങ് ദൂരെ കൊണ്ട് കളഞ്ഞു. കാട്ടില്ല കളഞ്ഞു. എന്നിട്ട് എനിക്ക് തിരികെ വരാനുള്ള വഴി മറന്നുപോയി. എന്നിട്ട് പിന്നെ എന്തേതാ പൂച്ച തന്നെ ഹെൽപ്പ് ചെയ്ത്. എങ്ങനെ? അതിന്റെ കണ്ണിന്റെ കെട്ടൊക്കെ ഞാൻ അഴിച്ചു വിട്ട് അതിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് നടന്ന് വഴി കാട്ടി. ഞാൻ പുറകെ ഇങ്ങനെ പോയി. പക്ഷെ 2-3 ദിവസം എടുത്തിട്ട് വീട്ടിലെത്താൻ. അത് ഞാനതിനെ കൊണ്ട് കളഞ്ഞ ദേഷ്യത്തിൽ എന്റെ ഭൂലോകം മൊത്തവും ചുറ്റിച്ച് 2 ദിവസം കഴിഞ്ഞ വീട്ടിലെത്തി. അമ്പിളിക്കോട്ട മറ്റേ കുമിള് വിട്ടില്ലേ, അതിൽ ഏതെങ്കിലും ഒരു കുമിളെ കയറ്റിയ പെണ്ണിനോട് പറഞ്ഞു. ശരിയാണ്, അങ്ങ് എത്തിയപ്പോ. പോയി ചേട്ടാ, പോയി പോയി കുഴപ്പമൊന്നും പോയി നിയന്ത്രണം വിട്ട് പോയത്. ഇവിടെ പോയണ്ണ? ഇവിടെ എങ്ങ് കാണാല്ലോ. പോയി അമ്പിളിക്കുട്ടാ, ഇല്ല ഇല്ല അമ്പിളിക്കുട്ടാ, പോയടാ, പോയടാ. പോയി പോയി വാ 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 പോ. വേണ്ട. ഷാവ് ചേച്ചി വിളിച്ച് പറയണം. അതാണ് കറക്റ്റ്. സ്പീക്കർ ഭയങ്കര സന്തോഷമാവും. സ്പീക്കർ എനിക്ക് തോന്നുന്നു അവർ കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹലോ. ആ ചേച്ചി, ആ നോബി, മിഷൻ സക്സസ്. ആണോ? അമ്പിളിക്കുട്ടനെ കളഞ്ഞ്. ഉറപ്പല്ലേ അവൻ തിരിച്ചു വരൂലല്ലോ നീ? എവിടെ വരാ, എങ്ങോട്ടാ പോയത്? അപ്പാ, പിന്നെ thank God. എല്ലായിടത്തും പറഞ്ഞു, എല്ലായിടത്തും വേണമെങ്കിൽ കേക്കും കട്ട് ചെയ്തോ ആണോ? സന്തോഷത്തില്. ആ അനുജേ, ഇനി അമ്പിളിക്കുട്ടൻ വരില്ല തിരിച്ചപ്പാ. സമാധാനം. സമാധാനം. എന്റേതായിരുന്നു കേട്ടോ. അടിപൊളി. മുന്തിരിങ്ങയാണോ ചേച്ചി? പ്ലാനിങ് എലീന ഭയങ്കര സന്തോഷമായി കാണും. ഹലോ, ആ ചേച്ചി, നിങ്ങൾ ആരെയാണ് അവിടെ വിട്ടു വന്നത്? അമ്പിളിക്കുട്ടനെ. നിങ്ങൾ ഇത്ര വലിയ മണ്ടന്മാരായി പോയല്ലോ. എന്ത് പറ്റി ചേച്ചി? നിങ്ങൾ കളഞ്ഞ ആമ്പിളിക്കുട്ടൻ എന്റെ അടുത്തിരിക്കുന്നുണ്ട്. ചേച്ചി പിന്നെ ആ, ഞാൻ പറയുന്ന കേക്ക്. ആ. നമുക്ക് ഇനിയേ ഈ ഷോ അടിപൊളിയായിട്ട് കൊണ്ടുപോവാം. ആ. ഇവിടെ നമ്മളെ ഷോ അലമ്പാക്കുന്ന 5 പേരില്ലേ, അവര് 5 പേര് ഞാൻ കാർണിവൽ അടക്കുന്നത് കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ആണല്ലേ? ഇനി നമ്മൾ 2 മാത്രം. നമ്മൾ ഈ ഷോ അടിച്ച് പൊളിച്ച് കൊണ്ടുപോകും. പ്ലാനിങ് അപ്പൊ അവന്റേതായിരുന്ന ചേച്ചി. അപ്പൊ നമ്മളിനി നിങ്ങൾ ഇനി തിരിച്ചു വരരുത് ഇവിടെ. ഫോണ്. ഹലോ 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 കട്ട് ചെയ്തു. നമ്മളിനി എന്ത് ചെയ്യണം? തിരിച്ചു പോകാനുള്ള വഴി അറിയാമോ? അറിയില്ല. എന്ത് ചെയ്യാ? ഞാൻ നെഞ്ചിൽ ആട്ടുകല്ല് വെച്ച് ട്യൂബും തിന്ന് ഞാൻ ഇവിടെ ചെയ്യും. നീ എന്തിനു? നീ മറുകും വെച്ചോണ്ടോ ആരും അറിയില്ല. ഒരു കാര്യം ചെയ്യും, വളയത്തിൽ കൂടെ ചാടുന്ന പോമ്പറേനും പട്ടിക്കുട്ടികളുണ്ട്, അതിന്റെ കൂടെ കൂടിക്കോ. ഞാൻ തിരിച്ചറിയില്ല. ഞാൻ ട്രപ്പീസ് കളിക്കാം. ആ സർക്കസിൽ 2 ബഫൂൺസിനെ വേണം. നോക്കണ്ട, നടന്നോ. ഇവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്തോ. പോവാ. അപ്പൊ അമ്പിളിക്കുട്ട നമുക്ക് മറ്റേ ചെയ്യണ്ടേ? നമുക്ക് ചെയ്യാം. 1 2